ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് സാമുവേലിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മക്കൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന മാതാപിതാക്കൾ, സ്കൂളിലെ കുട്ടികൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന അധ്യാപകർ, അതുപോലെ തന്നെ അധികാരികൾ പറഞ്ഞാൽ അനുസരിക്കാത്ത അതിൽ താഴെയുള്ളവർ, അങ്ങനെ ലോകം മുഴുവനും അനുസരിക്കാത്തതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്, ഒത്തിരിയേറെ അധികാരികളുണ്ട്. എന്നാൽ അനുസരണം എന്നത് ഒരു പുണ്യമാണ് എന്നും അനുഗ്രഹമാണ് എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ളവർ എന്നെ അനുസരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം, എനിക്ക് മുകളിലുള്ളവരെ ഞാൻ അനുസരിക്കണമെന്നത് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു. പക്ഷെ ഞാൻ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരുപാട് മനുഷ്യരെ, വിശുദ്ധരെ സഭയിലും വചനത്തിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കർത്താവ് അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ സെബെദെയ്പുത്രന്മാരായ യാക്കോബും യോഹന്നാനും പിതാവിനോടൊത്ത് വഞ്ചിയിൽ നിന്ന് വല നന്നാക്കുകയായിരുന്നു. അവരും അങ്ങനെ തന്നെ പിതാവിനെയും ഉപേക്ഷിച്ചു, വഞ്ചിയും ഉപേക്ഷിച്ചു, വലയും ഉപേക്ഷിച്ച് ഉടനെ ഈശോയെ അനുഗമിച്ചു. ഈ ഉപേക്ഷിക്കൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി, വലിയൊരു ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു ആ ഉപേക്ഷിക്കൽ. ദൈവം ആഗ്രഹിക്കുന്നതും അനുസരണമാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്കെല്ലാം ഉടനടി അനുഗ്രഹം, അത് ദൈവം നൽകുന്ന വലിയ മഹത്തായ ഒരു കൃപയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതം മുഴുവനും, അതായത് ആ മരുഭൂമി യാത്ര മുഴുവനും കഷ്ടതകൾ നിറഞ്ഞതാവാൻ ഒരു കാരണം അവരുടെ അനുസരണക്കേടായിരുന്നു. അവരുടെ കഷ്ടതകളിലേറിയ പങ്കും അനുസരണക്കേടിലൂടെ അവർ വരുത്തി വെച്ചതാണ്. ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. എന്നും അനുസരണക്കേട് കാണിക്കും, എന്നും അടിയും കൊള്ളും. അതായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവം. അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു. മോശയ്ക്കും അഹ്റോനുമെതിരായി സംസാരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിനെതിരെയാണ് ചെല്ലുന്നത്. അവർ നേരിട്ട് ചോദിച്ചു, മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത അപ്പത്തെ വിലകെട്ട അപ്പമായി അവർ കണ്ടു. കർത്താവ് അവരെ ശിക്ഷിച്ചു. ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അങ്ങനെ സർപ്പത്തിൻ്റെ കടിയേറ്റ് അനേകർ മരിച്ചു. യോനാ പ്രവാചകനും ഇതുപോലെ അനുസരണക്കേടിലൂടെ ശിക്ഷ വാങ്ങിയവനാണ്. അവൻ്റെ അനുസരണക്കേടും നമുക്കറിയാം. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അനുഗ്രഹത്തിൻ്റെയും ശിക്ഷയുടെയും കഥകൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും എത്രയോ അനുസരണക്കേടുകൾ
നമുക്ക് ശിക്ഷ തന്നിട്ടുണ്ട്. നമ്മൾ എത്രയോ തവണ പലതരത്തിൽ വേദനിക്കേണ്ടതായി വന്നിട്ടുണ്ട് ദൈവത്തെ അനുസരിക്കാതെ വന്നതുകൊണ്ട്. അനുസരണക്കേട് ഉള്ളതുകൊണ്ടാണ് ഐശ്വര്യം പ്രാപിക്കാതെ വരുന്നത്. ഞാൻ ഓർക്കുന്നു, തിരുസഭയുടെ ഒരു കൽപ്പനയാണ് ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സാബത്തിൻ്റെ പ്രത്യേകത കർത്താവും പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു പഴയ ഇടവക്കാരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ 17 വർഷം ഞാൻ പള്ളിയിൽ പോകാതെ ഞായറാഴ്ച റബ്ബർ വെട്ടി. 17 വർഷം ഞാൻ വെട്ടിയിട്ടും എനിക്ക് ഒരു ഗതിയും പിടിച്ചില്ല. അവസാനം ഞാൻ അത് നിർത്തി. അപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ വലിയൊരു സമൃദ്ധിയിലേക്ക് വന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തെ അനുസരിക്കുന്നതിൽ നമ്മൾ കാണിക്കുന്ന ഒരു വലിയ താല്പര്യം, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. ഏതൊരു പിതാവിൻ്റെ ഹൃദയം തകർക്കുന്ന വചനമാണിത്. അബ്രാഹാം കൂടുതലൊന്നും ചിന്തിച്ചില്ല. അബ്രാഹാം അതിന് തയ്യാറായി. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹാം ആരോടും അത് പറഞ്ഞിട്ടുണ്ടാവില്ല. സാറായോട് പോലും അത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ദിവസം നമ്മൾ ബലിയർപ്പിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞ മകനെയും കൂട്ടി അബ്രാഹാം യാത്രയാകും. അബ്രാഹാം ബലിപീഠം തയ്യാറാക്കി മകനെ പിടിച്ച് ബലിപീഠത്തിൽ കൈയും കാലും കെട്ടി വിറകിന് മുകളിൽ കിടത്തി. കത്തി കയ്യിലെടുത്തപ്പോഴാണ് മാലാഖ പറയുന്നത്, കുട്ടിയെ തൊടരുത്. ആ ശബ്ദം കേൾക്കും എന്ന് വിചാരിച്ചിട്ടല്ല അബ്രാഹാം ബലിപീഠം തയ്യാറാക്കിയതും വീട്ടിൽ നിന്ന് മോറിയ മലയിലേക്ക് പോയതും വിറകടുക്കിയതും കത്തിയെടുത്തതും അവനെ ദഹനബലിയായി അർപ്പിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി തന്നെയാണ് അബ്രാഹാം പോയത്. അബ്രാഹത്തിന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു കുട്ടിയെ തൊടരുത് എന്നൊരു ശബ്ദം കൊല്ലുന്നതിന് മുമ്പ് ആകാശത്ത് നിന്ന് കേൾക്കും എന്ന്. പക്ഷേ അബ്രാഹത്തിൻ്റെ അനുസരണം അത്ര ശക്തമായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഒന്ന് പരീക്ഷിച്ചതാണ്. അവൻ എല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നു. നീ സ്നേഹിക്കുന്ന മകനെന്നാണ് ദൈവം പറഞ്ഞത്. അവനെയും കൂട്ടിക്കൊണ്ടു പോകും. ആ ഏക മകനെ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ ആ പിതാവ് വിശ്വാസികളുടെ പിതാവായി. ഈ അനുസരണം അബ്രാഹത്തെ വലിയ മനുഷ്യനാക്കി. അബ്രാഹത്തെ വിളിച്ചതു മുതൽ അബ്രാഹാം ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത് എന്ന് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. യാത്ര പോകണമെങ്കിൽ ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മൾ അറിയണം. ഒരു വഴി പോലും അറിയാതെ അവൻ യാത്ര പുറപ്പെട്ടു എന്ന് ഹെബ്രായ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത്രത്തോളം അവൻ ദൈവത്തെ അനുസരിക്കുകയായിരുന്നു. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നും നാളെയും മറ്റന്നാളും എന്നും ഈ പ്രതീക്ഷ അബ്രാഹത്തിനുണ്ടായിരുന്ന പോലെ നമുക്കും ഉണ്ടാകേണ്ടത്. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന് എങ്ങോട്ടെന്ന് അറിയാതെ അവൻ യാത്ര പുറപ്പെട്ടത്.
ഈ പ്രതീക്ഷയാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം. ദൈവത്തിലുള്ള ആ ഒരൊറ്റ പ്രത്യാശയിന്മേൽ, അതായത് ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. അതിനെ ലക്ഷ്യമാക്കിയത് കൊണ്ട് അവനെല്ലാം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായി. ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്ന സാമുവേൽ പ്രവാചകൻ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് സാവൂൾ, ഇവർ രണ്ടുപേരും, സാമുവേൽ പ്രവാചകൻ ന്യായാധിപനും സാവൂൾ ഇസ്രായേലിൻ്റെ രാജാവുമായി നിന്ന കാലം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേക്യരെ ശിക്ഷിക്കും. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂളിനെ കൊണ്ട് കർത്താവ് അത് ചെയ്യിക്കുകയാണ്. സാമുവേൽ ന്യായാധിപനായിരുന്ന സാമുവേലിനാണ് ഈ ദർശനം കിട്ടുന്നത്. സാമുവേലാണ് രാജാവിനോട് പറയുന്നത്, ആകയാൽ നീ പോയി അമലേക്യരെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. അത് ദൈവമാണ് ഈ സാവൂളിനെ രാജാവായി നിയമിച്ചത്. സാമുവേൽ ആണ് ആദ്യത്തെ രാജാവായി സാവൂളിനെ അഭിഷേകം ചെയ്തത്. ദൈവത്തിൻ്റെ തിരുമനസ്സാണ് ഈ സാമുവേലിലൂടെ സാവൂൾ രാജാവിന് വന്നത്. നീ പോയി അമാലേക്കരെ എല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. പക്ഷെ സാവൂൾ അവിടെ ഒരു തെറ്റ് ചെയ്തു. സാവൂളും ജനവും അമലേക്യരുടെ രാജാവായ അഗാഗിനെയും ആടുമാടുകൾ, തടിച്ച മൃഗങ്ങൾ, കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയും അതിലുത്തമമായവയൊക്കെ നശിപ്പിക്കാതെ സൂക്ഷിച്ചു. ദൈവം അവരെ ശിക്ഷിക്കുകയായിരുന്നു, അമലേക്യരെ. കാരണം അവർ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവരുടെ യാത്രാമധ്യേ തടസ്സം സൃഷ്ടിച്ച, അവരെ തടഞ്ഞ ജനവിഭാഗമാണ് അമലേക്കർ. അവരെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂൾ രാജാവിനെ കൊണ്ട് നശിപ്പിക്കുക അത് ദൈവം തീരുമാനിച്ചതായിരുന്നു. മുഴുവനും നശിപ്പിക്കാനാണ് ദൈവം പറഞ്ഞത്. പക്ഷേ സാവൂൾ ചെയ്തു അനുസരണക്കേട്. സാവൂളും ജനവും അമലേക്യരുടെ രാജാവായ അഗാഗിനെയും ആടുമാടുകൾ, തടിച്ച മൃഗങ്ങൾ, കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. കർത്താവ് സാമുവേലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവന് അനുസരണമില്ലാതായി തീർന്നിരിക്കുന്നു. ഈ ചെങ്കോല് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. അവനിരിക്കുന്ന സിംഹാസനം ദൈവം കൊടുത്തതാണ്. ആ ജനത്തിൻ്റെ രാജാവായി അവനെ സാമുവേലിനെ കൊണ്ട് അഭിഷേകം ചെയ്യിച്ചത് ദൈവമാണ്. ദൈവം പറഞ്ഞത് അവൻ അനുസരിക്കാതെ ഇരിക്കുന്നു. സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. സ്നേഹമുള്ള സഹോദരങ്ങളെ, അനുസരിക്കാത്ത ഒരു ജനത്തെക്കുറിച്ച് ദൈവം എപ്പോഴും വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. അനുസരണമില്ലാത്ത മകനെ പ്രതി ദുഃഖിക്കുന്ന പിതാക്കന്മാരുണ്ടാകും. അനുസരണമില്ലാത്ത മകളെ പ്രതി ദുഃഖിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈ അനുസരണക്കേട് ദൈവത്തോട് നേരിട്ടാകുമ്പോൾ അത് വലിയ ഗൗരവമാവുന്നു. സാവൂൾ രാജാവ് പറഞ്ഞ മറുപടി, അമലേക്യരെ എല്ലാം നശിപ്പിച്ചു. എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട കൊള്ളവസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജനം ഗിൽഗാലിൽ കൊണ്ടുവന്നു. അപ്പോൾ സാമുവേൽ പറയുന്നു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടെയാണ് ഈ വചനം വരുന്നത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്.
സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതെ എത്ര ബലിയർപ്പിച്ചാലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമായി തീരുകയില്ല. എപ്പോഴും നമ്മുടെ അനുസരണം ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചു സംഭവം ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ ഒരിക്കൽ ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് പോവുകയാണ്. ഒരുപാട് കടകളിൽ കയറി തപ്പിയിട്ടും അച്ഛന്മാർക്കിടാൻ പറ്റുന്ന കൂട്ടിച്ചെരുപ്പ് ഞാൻ കണ്ടില്ല. അവസാനം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഞാനത് സെലക്ട് ചെയ്ത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചപ്പോൾ മനസ്സുകൊണ്ട് അത് വാങ്ങാൻ ഉറച്ചപ്പോൾ എന്നോടാരോ പറയുന്നത് പോലെ ഒരു സ്വരം ഞാൻ കേൾക്കുന്നു. നീ ഈ ചെരുപ്പ് വാങ്ങിച്ചാൽ കാല് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. അതുമാത്രമല്ല, ഞാൻ കണ്ണുകൾ തുറന്നു പിടിച്ചിട്ടും വെച്ചുകെട്ടിൻ്റെ ഒരു മഞ്ഞ കളറുള്ളൊരു കെട്ട് എൻ്റെ കണ്ണിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം ആ കാഴ്ച കണ്ടു. കുറച്ചു നേരം ഞാൻ ആ ശബ്ദവും കേട്ടു. ഈ ചെരുപ്പ് നീ വാങ്ങിച്ചാൽ കാല് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. ഞാൻ അതിനൊരു മറുപടിയും കൊടുത്തു, സൂക്ഷിച്ച് നടക്കാം എന്ന്. ഞാൻ ആ ചെരുപ്പ് വാങ്ങി ഞാൻ പള്ളിയിലേക്ക് പോന്നു. ഒരു ദിവസം ഞാൻ എവിടെയോ യാത്ര പോയി വരുമ്പോൾ പള്ളിയുടെ മുറ്റത്തു നിന്ന് തന്നെ ഞാൻ ആ ചെരുപ്പിട്ട് വണ്ടിയിൽ നിന്ന് വീഴാനിടയായി. ചെരുപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് കാല് വല്ലാതെ തിരിഞ്ഞു. സമയം കഴിയും തോറും വേദനയും നീരും കാലിന് ചുവപ്പ് കളറും വർദ്ധിച്ചു വന്നു. പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആയി എൻ്റെ കാല്. ഞാൻ വേഗം വെച്ച് കെട്ടുന്ന ഒരു ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് കാല് വെച്ച് കെട്ടി. 7 ദിവസം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞപ്പോഴും ഒരു വ്യത്യാസവുമില്ല. അതിനുശേഷം ഞാൻ വലിയൊരു ആശുപത്രിയിലേക്ക് പോയി. 17 ദിവസം, ഒന്നിടവിട്ട ദിവസങ്ങളിലായി 17 ദിവസം ഞാൻ ആ കാല് വെച്ച് കെട്ടി കൊണ്ടു നടക്കേണ്ടതായിട്ട് വന്നു. അത്രയും ദിവസവും മരുന്നും കഴിച്ചു. ആ വേദനകൾ മുഴുവനും സഹിച്ചു. കാല് വെച്ച് കെട്ടി നടക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ ആ ദിവസങ്ങളിൽ അനുഭവിച്ചു. അപ്പം ഞാൻ ഓർത്തു, ആ ചെരുപ്പ് വാങ്ങുവാൻ ഞാൻ ആരംഭിച്ച ദിവസം ആ കടയിൽ നിന്ന് കേട്ട ആ ശബ്ദവും കണ്ട കാഴ്ചയും. ദൈവം ഓർത്തില്ല, ഒരച്ഛനല്ലേ പോകട്ടെ എന്ന് ദൈവം വെച്ചില്ല. എന്നോട് അനുസരിക്കാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചില്ല. ആ ചെരുപ്പ് വാങ്ങരുത് എന്ന് പറഞ്ഞു, ഞാൻ വാങ്ങി. അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടി. അന്ന് ഞാൻ പഠിച്ചു, ദൈവത്തെ അനുസരിക്കുന്നതിൽ ഒന്നാം സ്ഥാനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. അതിനുശേഷം ഒരിക്കൽ പോലും ഒരു ധിക്കാരപരമായ പ്രവൃത്തി ചെയ്യാതിരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു. സാവൂളിനോട് കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാം ഇരിപ്പിടം കർത്താവിൽ നിന്നാണ്. നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളും തമ്പുരാൻ നമുക്ക് തന്നതാണ്. സാമുവേൽ സാവൂളിനോട് ചോദിച്ചു, 15-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ്? അതാണ് ദൈവത്തിൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ്?
ദൈവം നമ്മോടും ചോദിക്കും, എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? ഞാൻ ആ ചെരുപ്പ് വാങ്ങിയപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് വാങ്ങരുതെന്ന് ഞാൻ പറഞ്ഞ ആ ചെരുപ്പ് നീ വാങ്ങിയത്? അതിന് മറുപടി നമ്മൾ കൊടുക്കണം. കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിൻ്റെ അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ്? ഇതിനുത്തരം നമ്മൾ കൊടുക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുക, എന്നും അനുസരിക്കുക. അനുസരണം അനുഗ്രഹമല്ലാതെ ഒരു തെറ്റും വരുത്തത്തില്ല. സൗൾ പറയുന്നു, ഞാൻ കർത്താവിൻ്റെ വാക്കനുസരിച്ച് കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. സൗൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപാട് അവൻ്റെ ന്യായവാദങ്ങൾ നിരത്തുകയാണ്. ഞാൻ കർത്താവിൻ്റെ വാക്കനുസരിച്ചു, കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. എല്ലാം അമലേക്കരെ കൊന്ന് മുഴുവനും നശിപ്പിക്കുവാൻ പറഞ്ഞതാണ്. കുറേ നല്ല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് സൗൾ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചു, കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. എന്താണ് തൻ്റെ അനുസരണക്കേട് എന്ന് പോലും സാമുവേലിന് വ്യക്തമാകുന്നില്ല. സൗളിന് തെറ്റ് മനസ്സിലായിട്ടില്ല, ചെയ്തതിനെ അവൻ ന്യായീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് 15-ാം അധ്യായം 35-ാം തിരുവചനം, സാവൂളിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു. നമ്മൾ അവിടുത്തെ വഴിയിലൂടെ നടക്കാതിരിക്കുമ്പോൾ, അവിടുത്തെ കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ കർത്താവ് ഖേദിക്കുന്നുണ്ടാവും. നമുക്ക് നൽകിയ കൃപകൾ, നമുക്ക് നൽകിയ സമ്പത്ത്, നമ്മുടെ കുടുംബം, ചുറ്റുപാടുകൾ, ജീവിത സാഹചര്യങ്ങൾ, ഇതിനെല്ലാം നന്ദി പറയാനും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനും എന്നും നമ്മൾ പഠിച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ പിന്നാലെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. അനുസരിക്കാനുള്ള ഒരു നല്ല മനസ്സ്, അതാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. അപ്പസ്തോലന്മാർ പത്രോസും അന്ത്രയോസും എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ ആ ക്ഷണത്തിൽ വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു. പത്രോസും അന്ത്രയോസും തിരിഞ്ഞ് ഒരു ചോദ്യവും ചോദിച്ചില്ല. നീ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തരുമോ? നീ ഞങ്ങൾക്ക് ചെലവിനുള്ളത് തരുമോ? ഞങ്ങൾക്ക് അല്പം ടീയെ തരുമോ? ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ സ്ഥലം തരുമോ? ഭക്ഷണം തരുമോ? ഒന്നും ചോദിച്ചില്ല. അവൻ വിളിച്ചു, ഉടനടി അവർ പുറപ്പെട്ടു. അബ്രാഹത്തെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ അബ്രാഹവും യാത്ര പുറപ്പെട്ടു. എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ ഇറങ്ങിത്തിരിച്ച അബ്രാഹത്തിൻ്റെ വിശ്വാസവും, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉടനടി എല്ലാം ഉപേക്ഷിച്ച് അനുഗമിച്ച അപ്പസ്തോലന്മാരുടെ ആ വിശ്വാസവും ആ തീക്ഷ്ണതയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. എൻ്റെ തമ്പുരാൻ എന്നോട് സംസാരിക്കുന്നത് കേൾക്കാനും കേട്ട് അവ അനുസരിക്കാനും എനിക്ക് കരുത്ത് തരണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാരെ പോലെയും പ്രവാചകന്മാരെ പോലെയും ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ അനുഗമിക്കുന്ന നല്ലൊരു ജീവിതത്തിന് നമുക്ക് തുടക്കമിടാം. അതിന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളെന്നും ആഗ്രഹിക്കുന്നു അങ്ങയെ അനുസരിക്കാനായിട്ട്. അങ്ങയോടുള്ള അനുസരണമാണ് ഞങ്ങളെ അനുഗ്രഹത്തിന് കാരണമെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ഒരിക്കൽ പോലും അങ്ങയെ ധിക്കരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കരുതേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ദൈവതിരുമനസ്സിന് കീഴ്പ്പെട്ട പോലെ ഞങ്ങൾക്കും കീഴ്പ്പെടാനും ദൈവത്തെ അനുസരിക്കാനും അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.